അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പിർസത്തെ ചങ്ങായിമാരെ, പബ്ലിക് പരീക്ഷ എഴുതാൻ പോയിട്ടുള്ളത് അല്ലേ? 5ൽ എഴുതണുള്ളത്, 7ൽ എഴുതണുള്ളത്, 10ലും ഉള്ളത്, പ്ലസ് ടുലും ഉള്ളത്. പരീക്ഷ ചൊല്ലുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു പേടിയായിട്ടുണ്ട്. ഞങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങളുടെ അബ്ബവും മകനും എൻ്റെ മോന് നല്ല പരീക്ഷ എഴുതുവാണ്, ഡിസ്റ്റിങ്ഷൻ എടുക്കുവാണ് വന്നിട്ട് ഉസ്താദുമാർക്കെങ്കിലും. കഴിഞ്ഞ വർഷം നല്ല റിസൾട്ട് എന്തുന്നാലും മദ്രസക്ക്, ഈ വർഷം ഇക്കുവ മക്ക എടുക്കുവാറാ ട്യൂഷൻ വന്നിട്ടല്ല ഒരു ടെൻഷനിലുണ്ട്. എല്ലാം മക്കളെ കയ്യിലുള്ളേ, നഗലെ കയ്യിലുള്ളേ അല്ലേ? അപ്പൊ പരീക്ഷക്ക് പോകുമ്പോ ചില 2-3 വിഷയം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഒന്നാമത്തേത്, ജാവ് വേഗ പറഞ്ഞ പരീക്ഷ 2 കുറേ നേരം ഇരുന്നിട്ട് ഓതണ്ട ജാവ് 12 ಗಂಟೆ 1 ಗಂಟೆ സുബൈക്ക് പരീക്ഷ പോയിട്ട് അവിടെ ചന്ത ഉറങ്ങണത്തരെ. അപ്പൊ ജാവ് ഇഷ നിസ്കരിച്ചിട്ട് വേഗ ഉറങ്ങിയിട്ട് സുബൈ നിസ്കരിച്ചിട്ട് വേഗ എണിക്കുക. സുബൈ നിസ്കരിച്ചിട്ട് പിന്നെ ഉറങ്ങാൻ തീരാ. സുബൈക്ക് വേഗ എണിച്ചിട്ട് നിസ്കരിച്ചിട്ട് തെല്ല് ഖുർആൻ ഓത, ഒരു ഗ്ലാസ് കണ്ണ ചായ എല്ലാം കുടിച്ചിട്ട് പിന്നെ പരീക്ഷക്ക് പഠിക്കുക. 8 ಗಂಟೆಗೆ പരീക്ഷ ആയിട്ടിക്കടല്ലേ, അപ്പൊ അത്ര നേരത്തോളം പഠിക്കുക. ഓർമ്മ നിൽക്കും. 2 മിനിറ്റിൽ മുന്നോൾ പഠിച്ച വിഷയല്ലേ, അപ്പൊ ഓർമ്മ ഉണ്ടാവും, വേഗ എഴുതുകാടും. ഒന്നാമത്തെ പോയിന്റ് അത്, ജാവു വേഗ ഉറങ്ങുക, സുബൈക്ക് വേഗ എണിക്കുക. രണ്ടാമത്തേത്, പരീക്ഷക്ക് ഹാളിക്ക് പോകുമ്പോൾ അലം നഷ്റഹ് സൂറത്ത് ഓതിയോണ്ട് പോവാ. പോണ്ടാണ്ടി മുന്നോല് നിങ്ങളെ രായത്തിൽ ആരെങ്കിലും മക്കബറ ഉണ്ടോ, വലിയ ഔലിയാക്കന്മാരെ മക്കബറ ഉണ്ടോ ഉണ്ടായെങ്കിൽ അങ്ങനെ മേലൊരു ഫാത്തിഹ ഓതിട്ട് പോവാ. പരീക്ഷ ഹാളിക്ക് പോയാൽ പിന്നെ ഇനിയിപ്പോൾ ആറ് ഔലിയാക്കന്മാർ ഇല്ലാണ്ടായെങ്കിൽ ഷംസുലുലമയുടെ മേലിൽ ഒരു ഫാത്തിഹ എല്ലാം ഓതിട്ട് പോയിട്ട് പേപ്പർ ഉസ്താദ് തരേണ്ട ടൈമിൽ ബെൽത്തെ കയ്യിൽ പേപ്പർ മേങ്ങ അലം നഷ്റഹ് സൂറത്ത് ഓതിട്ട് എക്സാം എഴുതിക്കാം. പോകേണ്ട ടൈമിലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉസ്താദ് ഓരോരോ ഹാൾ ടിക്കറ്റ് തന്നിട്ടല്ലേ, ഒരു A4 ഷീറ്റിൽ നിങ്ങളെ ഫോട്ടോ എല്ലാം അല്ലേ, സൈൻ എല്ലാം ഇടുകയല്ലോ ചെന്നത്. ആ ഹാൾ ടിക്കറ്റ് നിർബന്ധമായിട്ട് എടുത്തോണ്ട് പോകണം, മറക്കോ തീരാ. അതില്ലാണ്ട് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എക്സാം അലൗഡ് ആക്കില്ല. അവിടെ സൂപ്പർവൈസർ, അവിടെ നിങ്ങൾക്ക് പണ്ട് ഉസ്താദ്മാർ ഒപ്പിടുകൊണ്ടു, അവിടെ സൈൻ ഇടുകൊണ്ടു. അപ്പൊ ആ പേപ്പർ നിങ്ങൾ നിർബന്ധമായിട്ട് എടുത്തോണ്ട് പോകണം. പരീക്ഷ പേപ്പർ കിട്ടിയിട്ടുണ്ടാകുമ്പോൾ ഫസ്റ്റ് ആക്കേണ്ട സോറ നിങ്ങളെ പേര് എന്തോണം, ഐഡന്റിറ്റിക്ക് നിങ്ങളെ UID നമ്പർ, അവിടെ മേലൊരു നമ്പർ ഉണ്ട്, ഉസ്താദ് ചൊന്താർ ഏതുണ്ട്, ആ നമ്പർ എഴുതണം. എന്നിട്ട് പോകുമ്പോ പിന്നെ റട്ട് എടുത്തോണ്ട് പോകും, മറക്കോ തീര. പരീക്ഷയ്ക്ക് പോകുമ്പോ റൈറ്റിംഗ് ബോർഡ്, എക്സാം പാഡ് ഉണ്ടല്ലേ, ആ റട്ട് എടുത്തോണ്ട് പോകും, മറക്കോ തീര. ഇല്ലെങ്കിൽ ബെഞ്ചിന്റെ മേലെ എഴുതുമ്പോ കഷ്ടാവും, അക്ഷര സമാവല. പിന്നെ പെൻസില് എഴുതുക ബുഡില്ല, പെൻസിൽ എഴുതുക അലൗഡ് ഇല്ല, പെന്നിലെ എഴുതണം. ഒരു 2 പെന്ന് വെച്ചോളാം, ഒരു പെന്ന് മാത്രം എടുത്തോണ്ട് പോകണ്ടല്ല. എവിടെയെങ്കിലും ഷായി തീർത്തിണ്ടായെങ്കിൽ, അല്ലെങ്കിൽ ഒരു പെന്ന് പിടിക്കില്ലാണ്ടാവുമ്പോ വേറെങ്ങളിട്ട് കേക്കിടയാ, അല്ലാണ്ട് ഇങ്ങനെ വെച്ചിട്ട് കൊടയിലാണ്ടി നല്ലത്, വേറെ എക്സ്ട്രാ ഒരു പെന്നിന്നെങ്കിൽ നല്ലല്ലേ. അപ്പൊ 2 പെന്ന് എടുത്തോളാം, ഫുള്ള് ഷായിന്നെങ്കിൽ പെണ്ണെടുത്തോളാം. പിന്നെ പേപ്പർ കിട്ടിയിട്ടായെങ്കിൽ ഫുള്ള് നിങ്ങൾ ഒന്ന് ഓതണം. നക്കീട്ട് ആൻസർ കൊണ്ടുണ്ട് 2 മിനിറ്റിൽ ഞാൻ എഴുതി തീര. അവസരവേ അപഘാതಕ್ಕೆ ಕಾರಣ ಅಂತ പണ്ടാറോ ചൊന്നിടറല്ലേ. അപ്പൊ ഫസ്റ്റ് ഫുള്ള് ഓത, ഈ ആൻസർ ഇതുണ്ടല്ലോ മനസ്സിൽ വെച്ചോണ്ടേ മൈ ഫുള്ള് ഓതിട്ട് എന്നിട്ട് ആൻസർ എന്താ. ഗൊന്തുള്ള ആൻസർ ഫസ്റ്റ് ಗೆಲ್ದೋ നോക്കണം, ഗൊന്തുള്ളത് ഫസ്റ്റ് ಗೆಲ್ದോ. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഈ ഗൊന്തില്ല ഡൗട്ട് ഉണ്ടോ ഉണ്ടായെങ്കിൽ ഉസ്താദിട്ട് കേൾക്കാം. ആൻസർ അല്ല, ക്വസ്റ്റ്യൻ അതിലൊന്ന് അർത്ഥാക്കിയിട്ട് തരും ഉസ്താദ് ചൊന്നിട്ട്. ഉസ്താദ്മാർ അവിടെ ബണ്ടേ ഉസ്താദ്മാർ അവിടെ എന്താക്കില്ല, പേപ്പർ ഓതി തന്നില്ല സാധാരണ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ അർത്ഥമായിട്ടില്ലാട്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ ഉസ്താദ് കേൾക്കാം, ഈടെ ഇങ്ങനെ ചൊന്നെങ്കിൽ എന്തിനായിട്ട് കേൾക്കാം. അപ്പോൾ ഉസ്താദ് ചൊന്ത് തരും, ക്വസ്റ്റ്യൻ അർത്ഥാക്കി തരും, ആൻസർ എന്തോ നോക്കാം. തീരത്തര ആൻസർ എല്ലാത്തേത് കവർ ആക്കും നോക്കണം. പാതി ഗൊന്തുണ്ടെങ്കിൽ പാതി എങ്കിൽ തോന്നും, ഒരു ജാഗം ബ്ലാങ്ക് ആയിട്ട് കൂടെ തീരാം, കാലി കൂടെ തീരാം. പിന്നെ ക്ലാസ്സിൽ ಶಿಸ್ತು പാലിക്കണം. ബൊബ്ബೆಟ್ಟುಂಟು ಮುಂಡಿ ಉಂಟು ಕಾಪಿ അടിച്ചോണ്ടിലേക്ക് ബന്നെ ഉസ്താദ്മാർക്ക് ഉപദ്രാക്കൊന്നും തീരാ. ഇത്ര ടിക്കറ്റ്. പിന്നെ എക്സാം എഴുതുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഇങ്ങനത്തെ വിഷയം, അറബി മലയാളത്തിൽ ചില അക്ഷരമുണ്ട്, ര, റ, ട, ട, പിന്നെ ഷ, ഷ, 2 ഷ വേറെ ഉണ്ട്, 4 പുള്ളിയില്ലെങ്കിൽ ഒരു ഷ ഉണ്ട്. ഈ ഇങ്ങനത്തെ വേർഡ്സ് ഇങ്ങനെ വരും. കുറ്റിച്ചിറ പള്ളിയുടെ
അങ്ങനെ ഒരു താരീഖിലൊന്നുണ്ട് 7ാം ക്ലാസ്സിൽ കുറ്റിച്ചിറായിട്ട് അവിടെ ദാലിടെ കീഴിൽ പുള്ളിയിട്ടിട്ട് ശ്രദ്ധിട്ട് കുട്ടിച്ചിറാന്നായി അവിടെ മാർക്ക് കട്ടാവാൻ ചാൻസ് ഇക്കട്. പിന്നെ ഷദ് ഫത്ത് ഗസലിടത് മിസ്സായെങ്കിൽ സാധാരണ 5ാം ക്ലാസ്സിൽ മാതയഫിയല്ല സൊറഫാക്ക് വയ്ക്കും ലൊറബ 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 ലൊറബു ചെന്നിട്ട് ലൊറബ ಅಂತ ಅಂದ್ಬಿಟ್ಟು ലാസ്റ്റ് ലൊറബ്നായിട്ട് അങ്ങനെ ಬಂದಿಟ್ಟು കൈഡിഡൽ എഴുതുമ്പോൾ അപ്പൊ ലൊറബ ലൊറബൂ ಅಂತ എഴുതുമ്പോൾ ലൊറബൂ ഉണ്ടാകുമ്പോൾ ഒരു വാവായിട്ട് പിന്നെ അലിഫ് എഴുതി വയ്ക്കട്. അങ്ങനത്തെ ചെറിയ ചെറിയ മൈന്യൂട്ട് ആയതല്ല എന്താക്കുക പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിട്ട് സമാക്കാം. പിന്നെ നിങ്ങൾക്ക് എല്ലാം എഴുതിട്ടായിട്ടുണ്ടെങ്കിൽ അപ്പലെ പേപ്പർ പുസ്തകം കൊടുക്കത്തീര ഒന്ന് വെച്ചിട്ട് നോക്കണം എഴുതിയത് സമമായിട്ട് നോക്കണം. 2 ಗಂಟೆ ടൈം ഉണ്ടോ ആ 2 ಗಂಟೆ ടൈം തീരെത്ര യൂട്ടിലൈസ് ആക്കാൻ നോക്കണം. കവർ ആക്കാൻ നോക്കണം. ഉറക്കം നോക്കിയെങ്കിൽ മയ്യാവല ആദ്യം ഉറക്കം നോക്കണം പിന്നെ ഉറക്കം നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത നിങ്ങളെ തപ്പ് കണ്ടുപിടിക്കലെങ്ങനത്തെ ഒരാൾ എങ്ങനെ നിങ്ങളെ പേപ്പർ നോക്കും? എന്തെങ്കിലും ഒരു തപ്പ് കണ്ടുപിടിക്കാണ്ടിരിക്കില്ലല്ലേ? അതേപോലെ നിങ്ങൾ നോക്കണം. നന്റെ പേപ്പർ ಬೇರೆ ಒರ್ತ ನೋಕಡೆ ಅವನು ನೋಕಿ ಎಂದೆಂಗ ഒരു തപ്പ് കണ്ടുപിടിക്കട അവನು നോക്കട് പോലെ ഞങ്ങൾ നോക്കണം ഞങ്ങളെ പേപ്പർ എന്തിക്ക് നാളെ ഉസ്താദ് നോക്കിയിട്ടാകുമ്പോൾ അവിടെ ഒരു തപ്പ് കിട്ടോ തീരാ ഞങ്ങൾക്ക് അവിടെ കറക്റ്റ് ആക്കിയിട്ട് വേണോ അയക്ക് ഞങ്ങൾ ഫസ്റ്റ് കറക്റ്റ് ആക്കണം ചൊന്തു. അപ്പൊ ആ 2 ಗಂಟೆ തീരെത്ര യൂസ് ആക്കോ നോക്കണം. ಬೇಗ പേപ്പർ എടുത്തിട്ട് ಬೇಗ കൊടുക്കോ തീരാ ഉസ്താദ് കേക്കിടത്തോളം മുണ്ടായിട്ട് അവിടെ നോക്കിയോണ്ടിരിക്കണം കറക്റ്റാ 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 ഉണ്ട്. ഉറക്കം നോക്കി 2 നോക്കും 3 നോക്കിയോണ്ടിരിക്കും എന്തെങ്കിലും ഒരു തപ്പ് കിട്ടും. ഒരു പുള്ളി മിസ്സായെങ്കിൽ സുക്കുന് മിസ്സായെങ്കിൽ അതിലെല്ലാം കറക്റ്റ് ആക്കും നോക്കാം. തീരെത്ര ചിത്താക്കാണ്ടിരിക്കുക. അപ്പൊ ഇതെല്ലാം ഇത്രയെല്ലാം ആയിട്ടിക്കട് അള്ളാഹു താല നല്ല രീതിയിൽ എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.